അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 31. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി കുല്ലിഹിം അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. صدق الله مولانا العظيم. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് സൂറത്തുൻ നസ്റാണ്. സൂറത്തുൻ നസ്ർ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. സയ്യിദുന വ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നതോടൊപ്പം പരലോകത്തേക്ക് യാത്ര തിരിക്കാൻ സമയമായിട്ടുണ്ട് എന്ന വിവരവും കൂടെ ഈ അധ്യായത്തിലൂടെ നൽകുകയാണ്. ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ എല്ലാ സമയത്തും തിരുനബിക്കും സഹാബത്തിനും ശത്രുക്കളെ പ്രതിരോധിക്കാനുള്ള തന്ത്രങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടിയിരുന്നു. ചിലപ്പോഴൊക്കെ മര്യാദക്ക് നിസ്കരിക്കാൻ പോലും സാധിക്കില്ല. പകുതി പേര് നിസ്കരിച്ച് പകുതി പേര് ശത്രുക്കൾക്ക് കാവൽ നിൽക്കേണ്ടി വന്നിരുന്നു. എന്നാൽ അപ്പോഴാണ് മക്കം ഫത്ഹോടടുക്കുന്ന സമയത്ത് അല്ലാഹു തആല പറയുന്നത്, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. നബിയെ, അല്ലാഹുവിന്റെ പ്രത്യേക സഹായവും മക്കം കീഴടക്കലും ജയിച്ചടക്കലും നിങ്ങൾക്ക് വന്നെത്തുന്നതോടുകൂടെ അല്ലാഹുവിന്റെ മതത്തിലേക്ക് ജനങ്ങൾ കൂട്ടം കൂട്ടമായി കടന്നു വരുന്ന രംഗം നബിയെ തങ്ങൾ കാണാൻ തുടങ്ങിയാൽ, മക്കയിൽ നിന്ന് ആദർശ സംരക്ഷണത്തിനു വേണ്ടി നബിയും കൂട്ടുകാരും ഒന്നിച്ച് മദീനയിലേക്ക് പലായനം ചെയ്തിരിക്കുകയാണ്. വർഷങ്ങളായി അവിടെ കഴിഞ്ഞുകൂടുന്നു. ഹിജറ 8-ാം വർഷത്തിലാണ് മക്കം ഫത്ഹ് സംഭവിക്കുന്നത് എന്ന് നമുക്കറിയാം. അന്ന് മുത്തുനബിക്ക് വിവരം നൽകുകയാണ്. അതിന്റെ തൊട്ടുമുമ്പ്, നബിയെ, ഇതാ വരാൻ പോകുന്നു, അള്ളാഹുവിന്റെ പ്രത്യേക സഹായവും നിങ്ങളുടെ തറവാടാകുന്ന മക്ക കീഴടക്കലും നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ സന്തോഷം നിങ്ങൾക്ക് വന്നു കിട്ടിയാൽ, അള്ളാഹുവിന്റെ മതത്തിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി തള്ളിക്കടക്കാൻ തുടങ്ങുന്നത് നബിയെ തങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, അതുവരെ ഇസ്ലാമിലേക്ക് ആളുകൾ വന്നിരുന്നത് ഒറ്റയും തറ്റയുമൊക്കെ ആയിട്ടായിരുന്നു. പക്ഷെ ഇതോടുകൂടെ അത് വർദ്ധിച്ചു. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ നമുക്ക് പിന്നീട് വിശദീകരണത്തിൽ പറയാം. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബ. അതുകൊണ്ട് ഇനി ശത്രുക്കളെ പ്രതിരോധിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാനില്ല. നബിയെ, നാളത്തേക്ക് വല്ലതും ഒരുക്കാൻ നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, സഹാബത്തിനോട് നിർദ്ദേശം നൽകാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്. അതുകൊണ്ട് തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവനെ